സ്പൈഡർ നോയർ ഇതൊരു സാധാരണ സൂപ്പർ ഹീറോ കഥയല്ല, മറിച്ച് 1930കളിലെ ഇരുണ്ട പശ്ചാത്തലത്തിൽ നടക്കുന്ന ഉദ്വേഗജനകമായ ഒരു ഡിറ്റക്റ്റീവ് ത്രില്ലറാണ്. പുതിയ ഭാഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജാനറ്റ് തിരികെ ഓഫീസിലേക്ക് ജോലിക്ക് വരുന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓഫീസിലാകെ വലിയൊരു ഭയത്തിൻ്റെയും ആശങ്കയുടെയും അന്തരീക്ഷമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ അധോലോക നായകനായ സിൽവർ മെയിനുമായുള്ള പ്രശ്നങ്ങൾ ബെൻ ഒരു വിധത്തിൽ തന്ത്രപരമായി പരിഹരിച്ചു എന്ന വാർത്ത എല്ലാവർക്കും വലിയൊരു ആശ്വാസമാണ് നൽകിയത്. ഇനി പഴയതുപോലെ സമാധാനമായി ജോലി ചെയ്യാമെന്ന പ്രതീക്ഷയോടെയാണ് ജാനറ്റ് തൻ്റെ സീറ്റിലേക്ക് ഇരിക്കുന്നത്. ഇതിനിടയിലാണ് റോബി അവിടെ ഇരുന്ന പഴയൊരു ഫോട്ടോ ശ്രദ്ധിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആഡിസണും ഫ്ലിൻഡും ഒന്നിച്ചു നിൽക്കുന്ന ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അവൻ സൂക്ഷിച്ചു നോക്കി. അതിൽ ആഡിസൻ്റെ ഒരു പഴയ സുഹൃത്തിനെ റോബിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. മുന്നേ ആഡിസൻ്റെ വൈഫിനെ തിരിഞ്ഞു പോയപ്പോൾ വന്ന് സംസാരിച്ച ആജാനുബാഹു ഇതേ ആളാണ്. ഇതൊരു ചെറിയ കാര്യമല്ലെന്ന് മനസ്സിലാക്കിയ റോബി തൻ്റെ ക്യാമറയും എടുത്ത് ആ സുഹൃത്തിനെ വീണ്ടും കണ്ടുപിടിക്കാനായി നഗരത്തിൻ്റെ തെരുവുകളിലേക്ക് ഇറങ്ങി തിരിച്ചു. അവൻ പോകും മുമ്പേ ബെൻ ജാനറ്റിനോടായി ഒരു പ്രത്യേക നിർദ്ദേശം നൽകി. ആ ഫോട്ടോയിലുള്ള സുഹൃത്തും ഫ്ലിൻഡും ആഡിസണും യുദ്ധകാലത്ത് യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടവരാണോ എന്ന് അന്വേഷിക്കണം എന്നതായിരുന്നു ആ നിർദ്ദേശം. കാരണം ആ കാലഘട്ടത്തിൽ സൈനികരെ വംശീയമായി വേർതിരിച്ചാണ് ക്യാമ്പുകളിൽ പാർപ്പിച്ചിരുന്നത്. അതിനാൽ അവരൊരേ യൂണിറ്റിലായിരുന്നിരിക്കാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു. ഇതിനു പിന്നിൽ എന്തോ വലിയ രഹസ്യം ഒളിഞ്ഞിട്ടുണ്ടെന്ന് ബെന്നിൻ്റെ കുറ്റാന്വേഷണ ബുദ്ധി അവനോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ബെന്നും ജാനറ്റും കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഓഫീസിലേക്ക് ആരും പ്രതീക്ഷിക്കാത്ത ആ അതിഥി കടന്നു വരുന്നത്. സാക്ഷാൽ സിൽവർ മെയിൻ. നഗരത്തെ വിറപ്പിക്കുന്ന ആ മാഫിയ തലവൻ്റെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ തന്നെ ഓഫീസിലാകെ ഒരു മരവിപ്പ് പടർന്നു. സിൽവർ മെയിൻ വെറുതെ വന്നതല്ല, അയാൾ ബെന്നിനെ ഒരു വലിയ ജോലി ഏൽപ്പിക്കാനാണ് വന്നത്. കഴിഞ്ഞ ദിവസം പോലീസിന് തൻ്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തത് ആരാണെന്ന് കണ്ടുപിടിക്കണം. എന്തായാലും അത് തൻ്റെ സൈഡിലുള്ളവർ തന്നെയാണ്. അതായിരുന്നു ആവശ്യം. കാരണം സിൽവർ മെയിൻ ഡോക്കിലേക്ക് പോകുന്നുണ്ടെന്ന വിവരം ലഭിച്ചതുകൊണ്ടല്ലേ പോലീസ് പിടികൂടാനായി ഒരു പ്ലാനിട്ട് കാത്തു നിന്നത്. സ്പൈഡർ ആ പ്ലാൻ അറിയാതെയാണെങ്കിലും തകർത്തു എന്നത് വേറെ കാര്യം. ഇവിടെ ഇപ്പോൾ സിൽവർ മെയിൻ വെറുതെ ജോലി ഏൽപ്പിക്കുക മാത്രമല്ല, അഡ്വാൻസ് തുകയെ ഒരു വലിയ കെട്ട് നോട്ടുകൾ അയാൾ ബെന്നിൻ്റെ മേശപ്പുറത്തേക്ക് ഇട്ടുകൊടുത്തു. ആ പണം കയ്യിലെടുത്ത് പരിശോധിച്ചപ്പോൾ ബെന്നിൻ്റെ കൂർമ്മ ബുദ്ധി ഒരു കാര്യം ശ്രദ്ധിച്ചു. സിൽവർ മെയിൻ താൻ ഉപയോഗിക്കുന്ന എല്ലാ നോട്ടുകളിലും ഒരു പ്രത്യേക അടയാളം രേഖപ്പെടുത്താറുണ്ടായിരുന്നു, ഒരു ചെറിയ ചുവന്ന പൊട്ട്. ഈ അടയാളം ഭാവിയിൽ തനിക്ക് ഉപകാരപ്പെടുമെന്ന് ബെന്നിന് ഉറപ്പായിരുന്നു. സിൽവർ മെയിൻ പോയതിനു ശേഷം ബെൻ നേരെ പോയത് നഗരത്തിലെ ആശുപത്രിയിലേക്കാണ്. സിൽവർ മെയിനെ പിടിച്ചില്ലെങ്കിലും കഴിഞ്ഞ രാത്രിയിൽ തുറമുഖത്ത് വെച്ച് നടന്ന പോലീസിൻ്റെ വലിയൊരു റെയ്ഡിൽ നിരവധി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു. അവർ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ഒരു ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ നേരിട്ട് പോയി ചോദിച്ചാൽ ആരും സത്യം പറയില്ലെന്ന് ബെന്നിന് അറിയാമായിരുന്നു. അതിനാൽ ഒരു ലേബർ യൂണിയൻ പ്രതിനിധിയാണെന്ന വ്യാജേന അവൻ ആശുപത്രിയിൽ പ്രതീക്ഷിച്ചു. വളരെ തന്ത്രപരമായി പരിക്കേറ്റ പോലീസുകാരോട് അവൻ ഓരോ വിവരങ്ങളായി ചോദിച്ചറിഞ്ഞു. ആ സംഭാഷണങ്ങളിൽ നിന്ന് അവന് വലിയ സത്യം മനസ്സിലായി. തുറമുഖത്ത് ആ വലിയ റെയ്ഡ് നടത്താനുള്ള കർശനമായ ഉത്തരവ് നൽകിയത് സാക്ഷാൽ മേയർ മോറിസ് ആയിരുന്നു. ഇതിനു പിന്നിലെ രാഷ്ട്രീയ കളികൾ ബെന്നിനെ കൂടുതൽ ചിന്തയിലാഴ്ത്തി. അതേസമയം റോബി ആഡിസന്റെ സുഹൃത്തിനെ തിരിഞ്ഞുള്ള തൻ്റെ യാത്ര തുടരുകയായിരുന്നു. ലോണി എന്നാണ് അയാളുടെ പേരെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിരുന്നു. നഗരത്തിൻ്റെ അതിർത്തിയിലുള്ള നിയമവിരുദ്ധമായ ആളുകൾ താമസിക്കുന്ന ചേരികളിലാണ് റോബി അന്വേഷണം നടത്തിയത്. അവിടെയെങ്ങും ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമായിരുന്നു. റോബിയുടെ അന്വേഷണം തുടരുന്നതിനിടയിൽ പെട്ടെന്ന് പോലീസുകാർ അവിടേക്ക് ഇരച്ചു കയറി. ആ അനധികൃത ചേരികൾ പൂർണ്ണമായി ഒഴിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അവിടെ വലിയൊരു കോലാഹലം തന്നെ നടന്നു. സ്ത്രീകളും കുട്ടികളും ഭയന്നോടി. ഈ സംഘർഷത്തിനിടയിലാണ് ആരും പ്രതീക്ഷിക്കാത്ത ആ സംഭവം നടക്കുന്നത്. ലോണി എന്ന മനുഷ്യൻ്റെ അമാനുഷികമായ ശക്തി അവിടെ വെളിപ്പെട്ടു. പോലീസുകാരുടെ ക്രൂരമർദ്ദനത്തിനെതിരെ ലോണിയും ഒപ്പം അവിടെ പതിയിരുന്ന സാൻഡ്മാനായ ഫ്ലിൻറ്റും ചേർന്ന് വലിയൊരു ചെറുത്തുനിൽപ്പ് തന്നെ നടത്തി. ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും കായിക ബലമായിരുന്നു ലോണി അവിടെ പ്രകടിപ്പിച്ചത്. ഈ സംഭവങ്ങളെല്ലാം ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്ന് റോബി തൻ്റെ ക്യാമറയിൽ കൃത്യമായി പകർത്തിക്കൊണ്ടിരുന്നു. ഇത് പത്രത്തിൽ വലിയ വാർത്തയാക്കാമെന്ന് അവന് ഉറപ്പായിരുന്നു. ഈ ടൈമിൽ ബെൻ തൻ്റെ അന്വേഷണത്തിൻ്റെ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അവൻ കാർമേഡി ഒളിച്ചിരിക്കുന്ന സ്ഥലം കൃത്യമായി കണ്ടുപിടിച്ചു. അയാളെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് ബെന്നിന് ലഭിച്ചത്. കാറ്റ് ഹാർഡിയുടെ കൂടിക്കാഴ്ച പുറത്തുനിന്നുമായി ബന്ധപ്പെട്ടുള്ള സംസാരത്തിൽ തന്നെ ആരും ഈ ജോലി ഏൽപ്പിച്ചതല്ലെന്നും ആ ഫോട്ടോകൾ തനിക്ക് സ്വന്തമായി വേണമെന്ന ഉദ്ദേശത്തിലാണ് താൻ അവിടെ വന്നതെന്നും കാർമേഡി പറഞ്ഞു. അതോടൊപ്പം അയാൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വെളിപ്പെടുത്തി. മേയർ മോറിസിനെ കാണാൻ കാറ്റ് അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുകയായിരുന്നു, അല്ലാതെ മേയർ അവളെ വിളിപ്പിച്ചതല്ല. ഈ വിവരം ബെന്നിനെ ശരിക്കും അത്ഭുതപ്പെടുത്തി. അവൻ കാർമേഡിയുടെ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ സ്പൈഡി സെൻസസ് ഉണർന്നു. തലച്ചോറിൽ അപായമണി മുഴങ്ങി അവൻ ജനലിലൂടെ പുറത്ത് നോക്കിയപ്പോൾ സിൽവർ മെയിൻ്റെ വലം കൈയായ വിൻസ്റ്റൺ ഒരു കാറിൽ അവിടെ കാത്തു കിടക്കുന്നത് കണ്ടു. അങ്ങനെ വിൻസ്റ്റൻ്റെ കണ്ണിൽപ്പെടാതെ മുൻവാതിൽ ഒഴിവാക്കി പിൻവാതിലൂടെ ബെൻ അവിടെ നിന്നും സമർത്ഥമായി രക്ഷപ്പെട്ടു. അവൻ നേരെ പോയത് കാറ്റിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. സിൽവർ മെയിനുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ അവൻ അവളെ അറിയിച്ചു. മേയറുമായി അവൾ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് തുറമുഖത്ത് നടന്ന റെയ്ഡുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ബെൻ തന്ത്രപരമായി ചോദിച്ചു നോക്കി. എന്നാൽ കാറ്റ് വളരെ സമർത്ഥമായി ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി. കാര്യങ്ങൾ വ്യക്തമായി പറയാതെ അവൾ ഒളിച്ചു കളിക്കുന്നത് ബെന്നിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും മടങ്ങുന്ന വഴിയിൽ ബെൻ വിൻസ്റ്റണുമായി മനഃപൂർവ്വം കണ്ടുമുട്ടി.
സിൽവർമെയിനെ ഒറ്റുകൊടുത്തയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ താൻ നൽകാമെന്നും പകരം തനിക്ക് പണം വേണമെന്നും ബെൻ അവനോട് ആവശ്യപ്പെട്ടു. ഇതൊരു കെണിയാണെന്നറിയാതെ വിൻസ്റ്റൺ അവന് കുറച്ച് പണം നൽകി. ആ നോട്ടുകൾ പരിശോധിച്ചപ്പോൾ ബെൻ വീണ്ടും അത്ഭുതപ്പെട്ടു. സിൽവർമെയിൻ നോട്ടുകളിലിടുന്ന അതേ അടയാളം ആ നോട്ടുകളിലുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നോട്ടിൽ മറ്റൊരു ഭാഗത്തായിരുന്നു ആ അടയാളം രേഖപ്പെടുത്തിയിരുന്നത്. ഈ കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് എങ്ങോട്ടാണെന്ന് ബെന്നിന് ഇപ്പോൾ വ്യക്തമായി മനസ്സിലായി. ബെൻ തിരികെ തൻ്റെ ഓഫീസിലേക്ക് എത്തിയപ്പോൾ റോബിയും ജാനറ്റും അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ചേരിയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചും ലോണിയുടെയും ഫ്ലിൻറ്റിൻ്റെയും അമാനുഷിക ശക്തികളെക്കുറിച്ചും റോബി വളരെ ആവശ്യത്തോടെ ബെന്നോട് വിശദീകരിച്ചു. ഇതിനിടയിൽ ജാനറ്റ് തൻ്റെ അന്വേഷണത്തിൻ്റെ വിവരങ്ങളും പങ്കുവച്ചു. ലോണി, എഡിസൺ, ഫ്ലിൻറ്റ് എന്നിവർ 3 പേരും ഒരേ യുദ്ധത്തടവുകാരുടെ ക്യാമ്പിലായിരുന്നു എന്ന സത്യം അവൾ കണ്ടെത്തിയിരുന്നു. അവരെ സൈന്യം രക്ഷപ്പെടുത്തിയ അതേ ദിവസമാണ് ആ ഫോട്ടോ എടുത്തതെന്നും ജാനറ്റ് വ്യക്തമാക്കി. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണെന്ന് ബെന്നിന് തോന്നി. അവൻ റോബിയെ മാത്രം മാറ്റി നിർത്തി സംസാരിച്ചു. ബെൻ എന്തൊക്കെയോ തങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് റോബിക്ക് തോന്നിയിരുന്നു. അവനത് ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അതൊന്നും പറയാൻ കഴിയില്ലെന്നായിരുന്നു ബെന്നിൻ്റെ മറുപടി. സിൽവർമെയിനെ പോലീസിനും മേയർക്ക് ഒറ്റുകൊടുത്തത് ക്യാറ്റാണെന്ന് ബെൻ ഇതിനോടകം തന്നെ ഉറപ്പിച്ചിരുന്നു. അയാൾ ഈ സത്യം പറഞ്ഞാൽ ക്യാറ്റിനെ കൊന്നുകളയുമെന്ന വലിയൊരു ഭയം ബെന്നിൻ്റെ മനസ്സിലുണ്ട്. ക്യാറ്റിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് തീരുമാനിച്ച ബെൻ നേരെ പോയത് റോബി പറഞ്ഞ ലൊക്കേഷൻ വെച്ചിട്ട് ആഡിസൻ്റെ ഭാര്യയായ വേറെ ആഡിസനെ കാണാനാണ്. യാത്രക്കിടയിൽ ആരോ തന്നെ രഹസ്യമായി പിന്തുടരുന്നുണ്ട് ബെന്നിന് മനസ്സിലായി. തൻ്റെ പതിവ് ശൈലിയിൽ അവൻ വളരെ വിദഗ്ധമായി അവരെ വെട്ടിച്ച് കടന്നളഞ്ഞു. അങ്ങനെ വേറെ കണ്ടുമുട്ടിയ ബെൻ നേരിട്ട് തന്നെ കാര്യം ചോദിച്ചു. സിൽവർമെയിനെതിരെയുള്ള നീക്കങ്ങൾക്കായി ആഡിസനെ വാടകയ്ക്ക് എടുത്തത് ക്യാറ്റാണോ? ആ ചോദ്യം കേട്ട വേറെയുടെ ഭയന്നുള്ള പ്രതികരണം തന്നെയായിരുന്നു അതിനുള്ള ഉത്തരം. ക്യാറ്റാണ് ഇതിനെല്ലാം പിന്നിലെന്ന് അവൾ സമ്മതിച്ചു. എന്നാൽ ബെൻ ശ്രമിക്കുന്നത് ക്യാറ്റിനെ സംരക്ഷിക്കാനാണെന്ന് വേരയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. ഈ രഹസ്യം പുറത്തു പറയാതിരിക്കാനും ഈ നാട്ടിൽ നിന്ന് പോകാമെന്നുള്ള ഡീലിൽ അവൾ ബെന്നോട് $1000 ആവശ്യപ്പെട്ടു. തുടർന്ന് ബെൻ സിൽവർമെയിനെ കാണാൻ തീരുമാനിച്ചു. നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിലെ മുകളിലത്തെ നിലയിലുള്ള ആഡംബര പെൻറ്റ് ഹൗസിലായിരുന്നു സിൽവർമെയിന് താമസം. അവിടുത്തെ ബെൻ താൻ ഒറ്റുകാരനെ കണ്ടെത്താൻ വളരെ അടുത്ത് നിൽക്കുകയാണെന്നും കൃത്യമായ തൊഴിലുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും സിൽവർമെയിനെ ധരിപ്പിച്ചു. ഒപ്പം കൂടെ നിൽക്കുന്നവരിൽ ഒരു ജാഗ്രത പാലിക്കാനും അറിയിച്ചു. സംസാരം കഴിഞ്ഞ് അവിടെ നിന്ന് തിരികെ ഇറങ്ങുന്നതിനിടയിൽ ആരും അറിയാതെ ബെൻ തൻ്റെ ചിലന്തുവലയുടെ ഒരു ചെറിയ അംശം പെൻറ്റ് ഹൗസിൻ്റെ ബാൽക്കണിയുടെ ഉള്ളിലെ ലോക്കിൽ ഒട്ടിച്ചു വെച്ചു. അതൊരു വലിയ തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ സമയം റോബി മീഡിയയിലേക്ക് തിരിച്ചു കയറുക എന്ന തൻ്റെ വലിയൊരു സ്വപ്നമായി ഡെയിലി ബ്യൂഗിൾ പത്രത്തിൻ്റെ ഓഫീസിലായിരുന്നു. പത്രത്തിൻ്റെ എഡിറ്റർ ഇൻ ചീഫായ ഹോവാർഡ് വാൾട്ടേഴ്സിനെ കണ്ട് ലോണിയെയും ഫ്ലിൻറ്റിനെയും കുറിച്ച് താൻ തയ്യാറാക്കിയ ലേഖനവും അവർ പോലീസുകാരെ നേടുന്നതിൻ്റെ ഫോട്ടോസും അവൻ കാണിച്ചു. സൂപ്പർ പവറുള്ള ആ മനുഷ്യരുടെ കഥ വാൾട്ടേഴ്സിന് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യം ആ ലേഖനം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി. എന്നാൽ റോബി ആഗ്രഹിച്ചതുപോലെ അവന് പത്രത്തിൽ ഒരു മുഴുവൻ സമയ ജോലി നൽകാൻ വാൾട്ടേഴ്സ് അപ്പോഴും തയ്യാറായിരുന്നില്ല. എടുത്തു ചാടാതെ പുതിയ നല്ല വാർത്തകൾ തന്നാൽ സ്ഥിരമായി വീണ്ടും പരിഗണിക്കാം എന്നായിരുന്നു പറഞ്ഞത്. രാത്രിയായപ്പോൾ ബെൻ തൻ്റെ തന്ത്രങ്ങൾ പ്രാവർത്തികമാക്കാൻ തുടങ്ങി. അവൻ ഫ്രാങ്കി എന്നൊരു അനാഥ പയ്യനെ, നമ്മൾ മുന്നേ കണ്ട പോക്കറ്റടി ചെക്കൻ, അവനെ പ്രത്യേക ജോലി ഏൽപ്പിച്ചു. തൻ്റെ റൂമിനുള്ളിൽ താനാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അഭിനയിക്കുക എന്നതായിരുന്നു ഫ്രാങ്കിയുടെ ജോലി. സിൽവർമെയിൻ്റെ ഗുണ്ടകൾ ബെൻ്റെ നിരീക്ഷണങ്ങൾ അറിയാൻ താഴെ നിന്ന് റൂമിലേക്ക് നോക്കുമ്പോൾ ഫ്രാങ്കിയുടെ നിഴൽ കണ്ട് ബെൻ ഓഫീസിൽ തന്നെ ഉണ്ടെന്ന് അവർ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഈ സമയം യഥാർത്ഥ ബെൻ തൻ്റെ സ്പൈഡർ മാസ്ക് ധരിച്ച് ഇരുട്ടുകളിലൂടെ സഞ്ചരിച്ച് സിൽവർമെയിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചു കടന്നു. മുന്നേ ചെറിയൊരു പണി ഒപ്പിച്ച് വെച്ചുകൊണ്ട് സുഖമായി അകത്തേക്ക് കടന്ന് തൻ്റെ സ്പൈഡർ സെൻസറുകളുടെ സഹായത്തോടെ അവൻ അവിടെ ഉണ്ടായിരുന്ന സേഫ് അൺലോക്ക് ചെയ്തു. അതിൽ നിന്നും കൃത്യം $1000 മാത്രം അവൻ എടുത്തു. എന്നാൽ അവൻ തിരികെ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വീശിയടിച്ച കാറ്റിൽ ബാൽക്കണിയുടെ വാതിൽ വലിയ ശബ്ദത്തോടെ അടഞ്ഞു. ഈ ശബ്ദം കേട്ട് സിൽവർമെയിൻ ഞെട്ടിയുണർന്ന് ഉടൻ തന്നെ തൻ്റെ ബോഡി ഗാർഡുകളെ വിളിച്ചു. അവർ മുറിയിലാകെ അരിച്ചു പറക്കിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. കാരണം അപ്പോൾ നമ്മുടെ സ്പൈഡർ മുറിയുടെ മുകൾ തട്ടിൽ പൊട്ടിപ്പിടിച്ച് ശ്വാസമടക്കി കിടക്കുകയായിരുന്നു. മറ്റൊരിടത്ത് ക്യാറ്റ് തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരികെ വരുമ്പോൾ അവിടെ ഫ്ലിൻറ്റ് അവൾക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു നിമിഷത്തിലാണ് നമ്മൾ ആ വലിയ സത്യം മനസ്സിലാക്കുന്നത്. അവർ കേവലം ഒരു ഗായികയും ബോഡി ഗാർഡും മാത്രമായിരുന്നില്ല. അവർ തമ്മിൽ അഗാധമായി പ്രണയിച്ചിരുന്നു. ഫ്ലിൻറ്റ് അവളോടൊപ്പം എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി ജീവിക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ ആ സന്തോഷകരമായ നിമിഷത്തിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചു. ഫ്ലിൻറ്റിൻ്റെ ശരീരം പെട്ടെന്ന് മണലായി മാറാൻ തുടങ്ങി. കൺട്രോളിംഗ് നഷ്ടപ്പെടുന്ന തൻ്റെ ഈ ഒരു അവസ്ഥയിൽ കടുത്ത നിരാശയും സങ്കടവും തോന്നിയവൻ അവളെ അവിടെ തന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടി മറിയുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ വളരെ സന്തോഷത്തോടെ പത്രം തുറന്ന റോബിക്ക് ഒരു വലിയ ഞെട്ടലാണ് കാത്തിരുന്നത്. ഹോവാർഡ് വാൾട്ടേഴ്സ് തൻ്റെ ലേഖനത്തെ പൂർണ്ണമായും വളച്ചൊടിച്ചിരിക്കുന്നു. ലോണിയെയും ഫ്ലിൻറ്റിനെയും അപകടകാരികളായ രാക്ഷസന്മാരായും അവരെ നേരിട്ട പോലീസുകാരെ വലിയ ഹീറോകളായും ചിത്രീകരിച്ചാണ് പത്രത്തിൽ വാർത്ത വന്നിരിക്കുന്നത്. സത്യം മൂടിവെച്ചുകൊണ്ടുള്ള ആ വാർത്ത കണ്ട റോബി കടുത്ത ദേഷ്യത്തിലായി. ഇതേ പ്രഭാവം തന്നെ ബെൻ വേറെ താമസിക്കുന്ന ജെഫ്രി ഹോട്ടലിലെത്തി അവൾ ചോദിച്ച $1000 കൈമാറി. സിൽവർമെയിൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചത്. പണം കിട്ടിയ ഉടനെ അവൾ പറഞ്ഞതുപോലെ തന്നെ നാടുവിടാനായി സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ നിർഭാഗ്യവശാൽ വിൻസ്റ്റണും അവൻ്റെ സഹായം ഇതെല്ലാം രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ശേഷം ബെൻ ഒരു പബ്ലിക് ടെലിഫോണിൽ നിന്ന് ക്യാറ്റിനെ വിളിച്ചിട്ട് താൻ വരുന്നവരെ എങ്ങോട്ടും പോകരുതെന്നും തനിക്ക് അടിയന്തരമായി അവളെ കാണണമെന്നും പറഞ്ഞു. എന്നാൽ അവളിലേക്കുള്ള യാത്രക്കിടയിൽ കുറച്ചുപേർ ബെന്നിൻ്റെ വഴി തടഞ്ഞു. മേയർക്ക് അവനെ ഉടൻ തന്നെ കാണണമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം. മേയർ മോറിസ് ബെന്നിനോട് നേരിട്ട് കാര്യം പറഞ്ഞു.
അദ്ദേഹത്തിന് സ്പൈഡറുമായി സംസാരിക്കണം. നഗരത്തിലെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഇനിയും സിൽവർമെയിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ലെന്നും മേയർ വ്യക്തമാക്കി. ഇതെല്ലാം കഴിഞ്ഞ് ബെൻ കാറ്റിനെ കാണാൻ എത്തുമ്പോഴേക്കും അവൾ ഒരു ടാക്സി ഓടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. ബെൻ വേഗത്തിൽ സ്റ്റേഷനിലേക്ക് കുതിച്ചു. അവിടെ വെച്ച് അവൻ കാറ്റിനെ കണ്ടുമുട്ടുകയും സിൽവർമെയിനെ ഒറ്റുകൊടുത്തത് അവളാണോ എന്ന് നേരിട്ട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ അവൾ ആരോപണം പൂർണ്ണമായും നിഷേധിച്ചു. കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ അവിടേക്ക് വിൻസ്റ്റണും സംഘവും എത്തി. അവർ ബെന്നിനെയും കാറ്റിനെയും ബലമായി പിടിച്ച് സിൽവർമെയിൻ്റെ അടുത്തേക്ക് ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് കൊണ്ടുപോയി. നഗരത്തിൽ നിന്ന് വളരെ അകലെയുള്ള ആ ഇരുണ്ട കാട്ടിൽ സിൽവർമെയിൻ അവർക്കായി കാത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ ഇതിനോടൊപ്പം തന്നെ വിൻസ്റ്റൺ പൊക്കിയ വേറെയും ഉണ്ടായിരുന്നു. ബെൻ നേരത്തെ തന്നെ സിൽവർമെയിന് ഒരു താക്കീത് കൊടുത്തതാണ്. എല്ലാം അറിയാമെന്ന് പറഞ്ഞ് അയാളുടെ കൂടെയുള്ള ആരെങ്കിലും വരും, അവരെ വിശ്വസിക്കരുതെന്ന്. ഈ ഒരു സാഹചര്യത്തിൽ ആ മുന്നറിയിപ്പ് സൂചിപ്പിച്ച ശേഷം വേറയ്ക്ക് പറയാനുള്ളത് കേൾക്കാൻ ആവശ്യപ്പെടുന്നു. അവൾ തനിക്ക് പണം തന്ന കാര്യം പറയുന്നതിനെ തുടർന്ന് വേറയ്ക്ക് ലഭിച്ച പണം സിൽവർമെയിനെ കാണിക്കാൻ വിൻസ്റ്റൺ ആവശ്യപ്പെട്ടു. സിൽവർമെയിൻ ആ നോട്ടുകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. താൻ വിൻസ്റ്റണിന് നൽകിയ അതേ അടയാളമുള്ള നോട്ടുകളായിരുന്നു അത്. ഇത് ബെൻ മുൻകൂട്ടി തയ്യാറാക്കിയ തന്ത്രമായിരുന്നു എന്ന് നമുക്ക് മാത്രമേ അറിയൂ. തൻ്റെ പണം വിൻസ്റ്റൺ വഴി വേറയുടെ കയ്യിലെത്തിയത് കണ്ടപ്പോൾ വിൻസ്റ്റനാണ് തന്നെ ഒറ്റുകൊടുത്തതെന്ന് സിൽവർമെയിൻ ഉറപ്പിച്ചു. പേടിച്ചു പോയ വേര അത് ശരിയാണെന്ന് പറയുകയും ചെയ്തു. കോപോകലനായ സിൽവർമെയിൻ വിൻസ്റ്റണിനെ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊന്നു. എന്നാൽ കാര്യങ്ങൾ അവിടെ അവസാനിച്ചില്ല. നമുക്കിവിടെ 2 ശവക്കുഴികൾ വേണ്ടിവരും എന്ന് ബെന്നിനോട് പറഞ്ഞുകൊണ്ട് സിൽവർമെയിൻ തൻ്റെ തോക്കിൽ നിന്നും രണ്ടാമതൊരു വെടി കൂടി ഉതിർത്തു. ആർക്കിട്ടാണത്? പിന്നെ നമ്മൾ കാണുന്നത് ദാൽക്കോവ് എന്ന നൈറ്റ് ക്ലബ്ബാണ്. സിൽവർമെയിനും ബെന്നും ഒരു ടേബിളിലിരുന്ന് മദ്യപിക്കുകയാണ്. അവർക്ക് മുമ്പിലായി സ്റ്റേജിൽ കാറ്റ് പാട്ട് പാടുന്നുമുണ്ട്. ഇവിടെ വെച്ചാണ് ആ രണ്ടാമത്തെ വെടിവെച്ചയുടെ രഹസ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. സിൽവർമെയിൻ വെടിവെച്ചത് വിൻസ്റ്റന്റെ സഹായിയായ ജിയോയെ ആയിരുന്നു. പാട്ടിന് ശേഷം കാറ്റ് വന്ന് അവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും തൻ്റെ മുറിയിലേക്ക് പോയ ഉടൻ തന്നെ അവൾ ഭയം കൊണ്ട് തകർന്നുപോയി. അവളുടെ മനസ്സ് വലിയൊരു ഭയത്തിൻ്റെ പിടിയിലായിരുന്നു. സിൽവർമെയിനൊപ്പമുള്ള നീണ്ട രാത്രിയിലെ മദ്യപാനത്തിന് ശേഷം വലിയൊരു തലവേദനയുമായാണ് ബെൻ പിറ്റേന്ന് ഓഫീസിലേക്ക് എത്തിയത്. ജാനറ്റും റോബിയും അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അധികം സമയം അവിടെ ചെലവഴിക്കാതെ റോബി നേരെ ഹാർലം എന്ന സ്ഥലത്തേക്ക് പോയി. എങ്ങനെയെങ്കിലും ലോണിയെ കണ്ടുപിടിക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ സമയം സിൽവർമെയിൻ നേരിട്ട് കാറ്റിനെ കാണാൻ അവളുടെ മുറിയിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസം എന്തിനാണ് അവൾ റെയിൽവേ സ്റ്റേഷനിൽ പോയെന്ന് അയാൾ കർശനമായി ചോദിച്ചു. സിൽവർമെയിൻ്റെ അപ്രതീക്ഷിതമായ പെരുമാറ്റങ്ങൾ കണ്ട് ഭയന്നിട്ടാണ് താൻ നാടുവിടാൻ ശ്രമിച്ചതെന്ന് അവൾ കള്ളം പറഞ്ഞു. ബെൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലെന്നും വിൻസ്റ്റണുമായി തനിക്ക് ബന്ധമുണ്ടോ എന്ന് സംശയിച്ച ബെൻ തന്നെ രഹസ്യമായി നിരീക്ഷിക്കാൻ വന്നാണെന്നും അവൾ സിൽവർമെയിനെ വിശ്വസിപ്പിച്ചു. വൈകാതെ ഓഫീസിലിരിക്കുന്ന ജാനറ്റിനെ കാറ്റിൻ്റെ ഒരു ഫോൺ കോൾ വന്നു. അതും ബെന്നിനെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞിട്ട്. ഫ്രാങ്കി വഴി ആ സന്ദേശം ബെന്നിനെത്തിച്ചു. മറുവശത്ത് സിൽവർമെയിൻ തൻ്റെ ആഡംബര അപ്പാർട്ട്മെൻറ്റിൽ കടുത്ത ദേഷ്യത്തിലായിരുന്നു. താൻ വിളിച്ചിട്ട് നഗരത്തിലെ പോലീസ് മേധാവി വരാത്തതായിരുന്നു ആ ദേഷ്യത്തിന് കാരണം. തൻ്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടുന്ന അയാൾക്ക് തോന്നി. ബെൻ അങ്ങനെ കാറ്റിനെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടുമുട്ടി. സിൽവർമെയിനുമായി താൻ സംസാരിച്ച കാര്യങ്ങൾ അവൾ ബെന്നിനോട് വിശദീകരിച്ചു. സിൽവർമെയിൻ വീണ്ടും ചോദ്യം ചെയ്താൽ പിടിക്കപ്പെടാതിരിക്കാൻ അവൾ തങ്ങളുടെ കള്ളക്കഥകൾ കൃത്യമായി പ്ലാൻ ചെയ്തു. അതിനുശേഷം ബെൻ വളരെ ഗൗരവമായി അവളോട് ചോദിച്ചു, എന്തിനാണ് നീ സിൽവർമെയിനെ കൊല്ലാൻ ശ്രമിച്ചത്? കൂടുതൽ സ്വകാര്യമായി സംസാരിക്കാനായി കാറ്റ് ബെന്നിനെ തൻ്റെ ഒരു പഴയ തിയേറ്ററിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ച് അവൾ തൻ്റെ ഭൂതകാലം തുറന്നു പറഞ്ഞു. ഒരിക്കൽ സിൽവർമെയിൻ അവളെ ഈ തിയേറ്ററിൽ വെച്ച് കാണുകയും അവൾ ആഗ്രഹിക്കുന്നതെല്ലാം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ വാഗ്ദാനങ്ങൾക്ക് പിന്നിലെ വലിയ വില അവൾ അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. ഒരടിമയാക്കാനായിരുന്നു അയാളുടെ ഉദ്ദേശം. പിന്നീട് അവൾ തോമസ് എന്നൊരു വ്യക്തിയുമായി പ്രണയത്തിലായി. അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെങ്കിലും സിൽവർമെയിൻ ക്രൂരമായി തോമസിനെ കൊലപ്പെടുത്തി. കാലങ്ങൾക്ക് ശേഷം അവൾ ഫ്ലിൻറ്റുമായി പ്രണയത്തിലായപ്പോൾ സിൽവർമെയിനെ ഇല്ലാതായാൽ തങ്ങൾക്ക് സമാധാനമായി ജീവിക്കാമെന്ന് അവൾ കരുതി. അങ്ങനെയാണ് ഫ്ലിൻറ്റ് ഓടി അറിഞ്ഞ അഡിസനെ വലിയൊരു തുക കൊടുത്ത് സിൽവർമെയിനെ കൊല്ലാനായി അവൾ ഏർപ്പാടാക്കിയത്. എന്നാൽ കാറ്റ് ഇതൊക്കെ ബെന്നോട് പറയുമ്പോൾ അവർ പോലും അറിയാതെ ഫ്ലിൻറ്റ് തിയേറ്ററിലേക്ക് വരികയും ഈ സത്യങ്ങളെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. താൻ ജീവതുല്യം സ്നേഹിക്കുന്നവൾ തന്നെ കരുവാക്കുകയായിരുന്നു എന്ന കരുതൽ ഫ്ലിൻറ്റിനെ തകർത്തു ചൂഴ്ന്നു. അതേസമയം ഹാർലമിൽ റോബി തന്നെ അന്വേഷണം തുടരുകയായിരുന്നു. അവിടെയുള്ളൊരു കച്ചവടക്കാരിൽ നിന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർ ഉച്ചഭക്ഷണത്തിനായി ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെക്കുറിച്ച് റോബിക്ക് വിവരം ലഭിച്ചു. അവിടെ കാത്തിരുന്ന റോബി ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് രഹസ്യമായി മാറ്റിവെക്കുന്ന ഒരാളെ ശ്രദ്ധിക്കുകയും അയാളെ പിന്തുടരുകയും ചെയ്തു. ആ നടത്തം ചെന്ന് അവസാനിച്ചത് ലോണിയുടെ മുൻപിലായിരുന്നു. കഴിഞ്ഞ ദിവസം ആ മോശം പത്രവാർത്തയുടെ പിന്നിൽ തനിക്കൊരു പങ്കുമില്ലെന്നും സത്യം പുറത്തുകൊണ്ടുവന്ന് കാര്യങ്ങൾ ശരിയാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും റോബി ലോണിയെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ മറുവശത്ത് കാറ്റിൻ്റെ വാക്കുകൾ കേട്ട് സങ്കടവും ദേഷ്യവും നിറഞ്ഞ ഫ്ലിൻറ്റ് നേരെ പോയത് സിൽവർമെയിൻ്റെ അടുത്തേക്കാണ്. വിൻസ്റ്റനാണ് തന്നെ ഒറ്റുകൊടുത്തതെന്ന വിവരമൊക്കെ സിൽവർമെയിൻ ഫ്ലിൻറ്റിനോട് പറഞ്ഞു. എന്നാൽ കാറ്റിനെക്കുറിച്ചുള്ള സത്യങ്ങൾ ഫ്ലിൻറ്റ് സിൽവർമെയിനിൽ നിന്ന് മറച്ചു വെച്ചു. അവളോട് സ്നേഹം അവനെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുകയായിരുന്നു. തിയേറ്ററിൽ നിന്നുള്ള മടക്കയാത്രയിൽ അന്ന് രാത്രി തനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഭയമാണെന്ന് കാറ്റ് ബെന്നിനോട് പറഞ്ഞു. ബെൻ അവളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് മദ്യപിക്കുന്നതിനിടയിൽ ബെൻ തൻ്റെ ജീവിതത്തിലെ വലിയൊരു ദുരിതകഥ അവളോട് പങ്കുവച്ചു. തൻ്റെ കാമുകയായിരുന്ന റൂബിയുടെ കഥ. താൻ ജയിലിലടച്ച ഒരു ക്രിമിനൽ 5 വർഷത്തിന് ശേഷം പുറത്തു വരികയും റൂബിയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു.
അവൾ കൊല്ലപ്പെട്ട ആ രാത്രിയിൽ നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്തുള്ള ബാറിൽ മദ്യപിച്ച് ആഘോഷിക്കുകയായിരുന്നു ബെൻ. അതുകൊണ്ട് തന്നെ അവളെ രക്ഷിക്കാൻ അവന് കഴിഞ്ഞില്ല. ആ കുറ്റബോധം അവനെ ഇന്നും വേട്ടയാടുന്നുണ്ടായിരുന്നു. റോബി ലോണിയും കുട്ടി ബെന്നിൻ്റെ ഓഫീസിലേക്ക് എത്തി. എന്നാൽ ലോണി യാതൊന്നും സംസാരിക്കാൻ തയ്യാറായില്ല. അവൻ്റെ മനസ്സിലെ മരവിപ്പ് മാറ്റാൻ ജാനറ്റ് ഒരു തന്ത്രം പ്രയോഗിച്ചു. അവൾ കുറച്ച് ചീട്ടുകൾ എടുത്തു വെച്ച് അവനുമായി കളിക്കാൻ തുടങ്ങി. ആ കളി പതിയെ അവനെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്നു. ഒടുവിൽ അവൻ തൻ്റെ മനസ്സിലെ വലിയ ഭാരം ഇറക്കി വെച്ചു. ജർമ്മൻ പട്ടാളക്കാർ യുദ്ധത്തടവരെ തങ്ങളോട് ചെയ്ത ക്രൂരമായ പരീക്ഷണങ്ങളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും അവൻ വിശദീകരിച്ചു. ഡോക്ടർ ഫേബർ എന്നൊരു ഡോക്ടറെ കണ്ടെത്തണമെന്നും അവൻ അവരോട് ആവശ്യപ്പെട്ടു. പോലീസ് മേധാവിയും മേയർ മോറിസും ഒരു ക്ലബ്ബിൽ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിൽവർമെയിൻ അവിടേക്ക് എത്തി. മേയറും സിൽവർമെയിനും തമ്മിൽ വലിയൊരു വാക്പോര് തന്നെ അവിടെ നടന്നു. രണ്ടുപേരും തങ്ങളുടെ അധികാരങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ ദേഷ്യം സിൽവർമെയിൻ ഫ്ലിൻറ്റിലൂടെയാണ് ആൾ പ്രകടിപ്പിച്ചത്. ഇതെല്ലാം നടക്കുമ്പോൾ ബെന്നിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ക്യാറ്റും ബെന്നും പരസ്പരം അടുക്കുകയായിരുന്നു. അവർ ചുംബിക്കാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് റേഡിയോയിൽ ഒരു അടിയന്തര വാർത്ത വന്നു. ഡയമണ്ട് ഡിസ്ട്രിക്റ്റിൽ ഒരു ഭീകര മനുഷ്യൻ ജനങ്ങളെ ആക്രമിക്കുന്നു. അത് ഫ്ലിൻ്റാണെന്ന് തെറ്റിദ്ധരിച്ച് ക്യാറ്റ് ഉടൻ തന്നെ അവിടേക്ക് ഓടി. സഹായത്തിനായി ബെന്നിനോട് ചോദിച്ചപ്പോൾ എന്നാൽ അവൻ തയ്യാറായതുമില്ല. ഇത് കണ്ടവൾ നിങ്ങളൊരു ഭീരുവാണെന്ന് പറഞ്ഞ് പോയെങ്കിലും ബെൻ അവളെ തടഞ്ഞില്ല. നഗരത്തിൽ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ മേയറും പോലീസ് മേധാവിയും ഇത് സിൽവർമെയിൻ തൻ്റെ ആദ്യ നീക്കം നടത്തിയാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ ബെന്നിൻ്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. അങ്ങോട്ടേക്ക് ഉടനെത്താനായിട്ട് റോബി വിളിച്ച ശേഷം തൻ്റെ സ്പൈഡർ സൂട്ട് ധരിച്ച് ബെൻ ഡയമണ്ട് ഡിസ്ട്രിക്റ്റിലെത്തി. എന്നാൽ അവിടെ ആക്രമണം നടത്തുന്നത് ഫ്ലിൻ്റ് ആയിരുന്നില്ല. കൈകളിൽ നിന്ന് ഇടിമിന്നൽ പുറപ്പെടുവിക്കാൻ കഴിവുള്ള തികച്ചും അപരിചിതനായ ഒരുവനായിരുന്നു അത്. നമ്മൾ കണ്ട ഇലക്ട്രയുടെ മറ്റൊരു വെർഷൻ. സ്പൈഡറിന് അവനുമായി യുദ്ധം ചെയ്യാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ആ അപരിചിതൻ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നു. ഇടിമിന്നലും വലകളും തമ്മിലുള്ള വലിയൊരു പോരാട്ടം തന്നെ അവിടെ നടന്നു. ഒടുവിൽ ആ വില്ലനെ ശക്തി ക്ഷയിക്കുകയും സ്പൈഡർ അവനെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു. കൂടുന്ന ജനങ്ങളെല്ലാം ആർപ്പൊളിച്ചു. സ്പൈഡർ തിരിച്ചെത്തുന്നുള്ള സന്തോഷത്തിൽ. ഈ അവസരം മുതലെടുത്ത് മേയർ ഓടി വന്ന് സ്പൈഡറിനൊപ്പം നിന്ന് ഫോട്ടോകളെടുത്ത് തങ്ങൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചു. ആ പോരാട്ടം നടക്കുന്ന സ്ഥലത്ത് ക്യാറ്റും ഉണ്ടായിരുന്നു. സ്പൈഡറിൻ്റെ ചലനങ്ങളിൽ അവൾക്ക് ബെൻ്റെ ചില സാമ്യങ്ങൾ തോന്നി. തുടർന്ന് ഉടൻ തന്നെ അവൾ ബെൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരികെ വന്ന് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സ്പൈഡർ അവൻ തന്നെയാണോ എന്നറിയാൻ അവളൊരു കടുങ്കൈ ചെയ്തു. അവൾ പെട്ടെന്ന് ജനലിലൂടെ താഴേക്ക് എടുത്ത് ചാടി. ബെന്നിന് മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ലായിരുന്നു. അവൻ തൻ്റെ വല ഉപയോഗിച്ച് വായുവിൽ വെച്ച് അവളെ പിടികൂടി സുരക്ഷിതമായി മുകളിലേക്ക് കൊണ്ടുവന്നു. ക്യാറ്റിൻ്റെ സംശയം അവിടെ തീരുകയായിരുന്നു. തൻ്റെ ജീവൻ രക്ഷിച്ച അവനെ അവൾ ചുംബിക്കുന്നതോടെ ഈ ഉദ്വേഗജനകമായ ഒരു ഭാഗവും അവസാനിക്കുകയാണ്. ഒരുപാട് രഹസ്യങ്ങളും ചതികളും പ്രണയവും നിറഞ്ഞ ഈ എപ്പിസോഡുകൾ സ്പൈഡറിന് വേണ്ട കഥയെ കൂടുതൽ സങ്കീർണവും ആവേശകരവുമാക്കുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകൾ ഈ രഹസ്യങ്ങളെ ചുള്ളഴിയുന്നത് കാണാൻ നമുക്ക് കാത്തിരിക്കാം.